ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എന്ന തസ്തികയിലെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങളുമായിട്ടാണ്. അപ്പം ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും ആശംസകൾ. ഈ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 672/2023 എന്ന നമ്പറിലായിരുന്നു ഈ ഒരു എക്സാമിനേഷൻ വിളിച്ചത്. അപ്പം ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവനന്തപുരം 12/3/2025 ഈ ഒരു റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ കാറ്റഗറി നമ്പർ 672/2023 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 37,400 മുതൽ 79,000 രൂപ വരെ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പം ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് പ്രകാരം, അതായത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് 49 പേരാണ്. 49 പേരുള്ള മെയിൻ ലിസ്റ്റാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 76 പേരാണുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 11 പേരുമാണ്. അങ്ങനെ 136 പേരടങ്ങുന്ന ഒരു ലിസ്റ്റാണ് PSC പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു എക്സാമിനേഷൻ നടത്തിയതിൽ ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുവാൻ വേണ്ടി കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 67 മാർക്കാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ചെറിയ ആൾക്കാർ മാത്രം ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് അത്യാവശ്യമുണ്ട്. 67 മാർക്ക് എന്ന് പറയുന്നൊരു ബെഞ്ച് മാർക്ക് കട്ട് ഓഫ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ധാരണ ഉണ്ടായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ആശംസകൾ. ഒപ്പം തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു പഠനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിച്ച് കയറാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഭാഗ്യദോഷം കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ലിസ്റ്റ് ആയതുകൊണ്ടോ ഒക്കെ ആവും നിങ്ങൾ ഉൾപ്പെടാതെ പോയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ അഭിമാനകരമായിട്ട് തന്നെ എഴുതാൻ പറ്റുന്നൊരു തസ്തികയിലേക്കുള്ളൊരു എക്സാം വരികയാണ്. അത് ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. അത് മറ്റൊന്നുമല്ല, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, KCBയിലേക്കല്ല, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു എക്സാം വരുന്നത്. ഇത് നന്നായിട്ട് പഠിച്ചെഴുതി വിജയിച്ച് നിങ്ങൾക്കൊരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം ശരിയായ ട്രാക്കിലാക്കി മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഇത് അനായാസം സാധ്യമാണ്. ഈ ഒരു എക്സാമിനേഷൻ്റെ സ്ലോട്ട് വരുന്നത് സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ്. PSCയുടെ പുതിയ പ്രവണത അനുസരിച്ച് നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഇത് പ്രതീക്ഷിക്കാം. സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടിയോ അല്ലെങ്കിൽ മധ്യത്തോടു കൂടിയോ ഈ ഒരു എക്സാം എത്തും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ധാരണയിൽ മുമ്പോട്ട് പഠിക്കുകയാണെങ്കിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൃത്യവും വ്യക്തവുമായി പഠിച്ച് ഒപ്പം തന്നെ കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ നിരയിൽ തന്നെ എത്തി നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി ഉറപ്പിക്കാമെന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഏണസ്റ്റ് അക്കാഡമി നിങ്ങളെ വളരെയധികം സഹായിക്കും. ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ നേടിയെടുത്ത 1, 2, 3 റാങ്കുകൾ അതിനുള്ള തെളിവാണ്. അപ്പം നിങ്ങളെല്ലാവരും ഏറ്റവും നല്ല ചോയ്സായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഒരു വിജയം നേടി ഇനി വരുന്ന PSC എക്സാമുകളിൽ ആദ്യത്തെ റാങ്കിൽ തന്നെ ഉൾപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വിജയിച്ച് മുന്നേറാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.